വെൽക്കം ടു റസിയാസ് കിച്ചൻ. റസിയാസ് കിച്ചൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. മുളപ്പിച്ച ചെറുപയർ കൊണ്ടുള്ള ഒരു പാൻകേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ റസിയാസ് കിച്ചൻ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പാൻകേക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് മുളപ്പിച്ച ചെറുപയർ ഞാൻ എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു കപ്പ് ആട്ടമാവ്, പിന്നെ ആവശ്യത്തിന് വെള്ളം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് പശു നെയ്യ്, പിന്നെ ഒരു മുട്ട, പിന്നെ ഒരു പിടി മല്ലിയില, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതിന് പകരം ചെറിയ കഷ്ണം ഇഞ്ചി 2 വെളുത്തുള്ളി ഇട്ടാലും മതി. അപ്പോൾ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് നമ്മളെടുത്തിട്ടുള്ള ചെറുപയർ മുളപ്പിച്ചതിട്ട് ബാക്കി മല്ലിയിലും വേപ്പിലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ഇട്ടൊന്ന് നന്നായി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഒന്ന് പൾസ് ചെയ്തതിന് ശേഷം നമുക്ക് അരയാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സൈഡിൽ നിന്നൊന്ന് തട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് നമ്മളെടുത്തിട്ടുള്ള ഒരു കപ്പ് ആട്ടമാവും മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് പാകത്തിലുള്ള വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഒരു ദോശമാവിൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവൊന്ന് കലക്കിയെടുക്കാം. മൈദയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മൈദ ചേർക്കാം കേട്ടോ. അതല്ലെങ്കിൽ കുറച്ച് കടലമാവും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ബാറ്റർ റെഡിയാക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മുളപ്പിച്ച ചെറുപയറിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്റർ ആക്കി എടുക്കാം. പാൻകേക്കിനുള്ള ബാറ്റർ കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻകേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പശു നെയ്യ് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പശു നെയ്യനെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മേലെ നമുക്ക് കുറച്ച് പശു നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മല്ലിയിലയും പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്ന് കടിക്കണത് ഇഷ്ടമെങ്കിൽ നമ്മൾ അരയ്ക്കുന്നതിന് പകരം പൊടിയാക്കി അരിഞ്ഞിട്ടാലും മതി കേട്ടോ. ഇനി നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ആ സൈഡ് ആയിട്ടുണ്ട്. നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പാൻകേക്കും കൂടി ഉണ്ടാക്കിയെടുക്കാം. നമ്മളുടെ മുളപ്പിച്ച് ചെറുപയർ കൊണ്ടുള്ള പാൻകേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെറുതെ വേണമെങ്കിൽ വെറുതെയും കഴിക്കാം, നല്ല ചട്നി കൂട്ടിയിട്ട് കഴിക്കണമെങ്കിൽ ചട്നി കൂട്ടിയിട്ടും കഴിക്കാം. നമുക്കതൊന്ന് കഴിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ഉണ്ട്, ചെറിയൊരു എരിവും ആ മല്ലിയിലിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ കഴിക്കാൻ കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടമാവും. നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ.
റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.